കോയമ്പത്തൂരിലെ ആദിയോഗി ഇഷാ ടെമ്പിളിലേക്ക് പോകുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ. അപ്പൊ ശിവരാത്രിയൊക്കെ വരുമല്ലേ, പല ആളുകൾക്ക് ഇതൊരു ഉപകാരമായിരിക്കും. അപ്പൊ ഈ വീഡിയോ ഒക്കെ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. കോയമ്പത്തൂരിൽ നിന്നൊരു 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഇതുള്ളത്. കോയമ്പത്തൂർ എത്താൻ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബസ്, ട്രെയിൻ, ഫ്ലൈറ്റ് എല്ലാ രീതിയിലും നമുക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട് പറ്റും. ഞാൻ ട്രെയിനിലാകട്ടെ പോയത്. റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ഉള്ള ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. അപ്പോൾ റെഡ് കളറിലുള്ള 14D 14C എന്ന നമ്പറിലുള്ള കുറെ ബസ്സൊക്കെ വരും. ആ ബസ്സിൽ കയറി 30 കിലോമീറ്റർ പോകുമ്പോൾ ക്ഷേത്രം എത്തും. അതല്ല ടാക്സിയിൽ പോകേണ്ടവർക്ക് അങ്ങനെയും പോവാം. അവിടെ എത്തിയാൽ ആദ്യം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ശിവന്റെ ഒരു സ്റ്റാച്ചുവിന്റെ അടുത്തേക്കാണ്. ഇവിടെ കുറെ ആളുകളൊക്കെ നിന്ന് പല പോസിലൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാം. ഞാൻ കുറെ നേരം ഈ സ്റ്റാച്ചുവിൽ അങ്ങ് നോക്കി നിന്നു. എന്താ ഭംഗിയല്ലേ. ആ കഴുത്തിൽ കിടക്കുന്നത് ഒറിജിനൽ രുദ്രാക്ഷ കേട്ടോ. ശിവരാത്രി സമയങ്ങളിലാണ് അത് മാറ്റുന്നത്. ഇവിടെ വരുന്നവരിൽ കുറച്ച് ആളുകളൊക്കെ ആ ഒരു സ്റ്റാച്ചു ഉണ്ടെങ്കിൽ മടങ്ങാറാണ് പതിവ്. ആ ശിവന്റെ സ്റ്റാച്ചു ഒന്ന് കാളവണ്ടി അല്ലെങ്കിൽ നടന്ന് ഇതിന്റെ ഫ്രണ്ടിലെത്താം. കാളവണ്ടിയിൽ 10 രൂപ കേട്ടോ ചാർജ് വരുന്നത്. അവിടെ നീ കാണുന്ന മതിലിനുള്ളിൽ ഒരു യോഗ സെന്റർ ഉണ്ട്. എന്താ വൈബ് എന്നറിയാവോ. ഈ ഒരു കൗണ്ടറിൽ നമ്മുടെ മൊബൈല്, ബാഗ് കൊടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് കയറാനായിട്ട്. ക്ലോക്ക് റൂം ഫ്രീ ആകട്ടോ. ഇതിനുള്ളിൽ ഒരു ക്ഷേത്രവും ഒരു യോഗ സെന്ററും സൂര്യകുണ്ട്, ചന്ദ്രകുണ്ട് എന്നൊക്കെ പറയുന്ന 2 കുളങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഇവിടുത്തെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. നല്ല വൃത്തിയുള്ളൊരു ക്യാൻറ്റീൻ കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് വെജിറ്റേറിയൻ ഫുഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് മാത്രമല്ല, ഇവിടുത്തെ കാളക്കുട്ടന്മാർക്കൊക്കെ ഫുഡ് വാങ്ങി കൊടുക്കാം. ഇതൊക്കെ കഴിഞ്ഞ് രാത്രി 7 മണിയാകുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഷോ ഉണ്ട്. മസ്റ്റ് വാച്ച് ആകട്ടോ.